ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായസ് ട്രാവൽ വ്ളോഗ്സ്. നമ്മളിപ്പോഴും കൊല്ലം പരിസരത്ത് തന്നെയാണ്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കേരളപുരം. ഓക്കെ, ഇവിടുത്തെ ഫേമസ് കടയാണ് എഴുത്താണിക്കട. എഴുത്താണി മട്ടണാണ് ഏറ്റവും ഫേമസ്. മട്ടണും പൊറോട്ട, പിന്നെ ഏറ്റവും ഫേമസ് എന്താ അറിയോ, ഇവിടുത്തെ വെട്ടുകേക്ക് ആണ്. ദിസ് ഇസ് ദ ഏറ്റവും ഫേമസ് കാര്യങ്ങൾ വരുന്നു. ദറ്റ് ഈസ് പൊറോട്ട, ചൂട് ചൂട് പൊറോട്ട, മട്ടൻ കറി ആൻഡ് പപ്പടം കോമ്പിനേഷൻ. ഇതാണ് ഇവിടുത്തെ മറ്റൊരു ഫേമസ് വെട്ടുകേക്ക്. ഇവിടുത്തെ പോലെ ഏറ്റവും, അതായത് ഇതിനെക്കാട്ടി ടേസ്റ്റുള്ളൊരു വെട്ടുകേക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള കാര്യമാണ് വെട്ടുകേക്ക്, പക്ഷെ നമുക്കിത് റീക്രിയേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അത്രയും ഡിഫറെൻ്റാണ് ഇവരുടെ വെട്ടുകേക്ക്. ഇത് കണ്ടില്ലേ, നല്ല ക്രിസ്പി ഔട്ട്സൈഡ്, ഇൻസൈഡും ഒരു പരിധി വരെ ഭയങ്കര ക്രിസ്പിയാണ്. എക്സെപ്റ്റ് ഇത്രയും ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാം നല്ല ക്രിസ്പിനെസ്സാണ്. ഇതാണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സംഭവം. ഇതൊരു ദിവസം ഒരു 500-ൽ കൂടുതൽ വെട്ടുകേക്ക് ഇവിടെ സെയിൽ നടക്കുന്നതാണ്. 500-1000 ഒക്കെയാണ് തോന്നുന്നത്. ടൺ കണക്കിനാണ് ഉണ്ടാക്കിയത്. തീരുന്നതിനനുസരിച്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആളും തിരക്ക് കണ്ടോ. വിദേശത്തേക്കൊക്കെ ഇതൊരു 10-15 ദിവസം ഇരുന്നാലും കേടാവില്ല. പുറത്ത് പോകുന്നവരെല്ലാം വിദേശത്തേക്കൊക്കെ മേടിച്ചിട്ട് പോകും, കൊടുത്തു വിടും. ഇത് കഴിച്ചാൽ മനസ്സിലാക്കണം കേട്ടോ എൻ്റെ ടേസ്റ്റ്. അടിപൊളി കിടക്കുക. ഞാനൊരു 10-15 വർഷം മുന്നെയാണ് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, ഫ്ലേവേഴ്സ് ഓഫിൻ്റെക്ക് വേണ്ടി. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. എഴുത്താണിക്കട. എൻ്റെ ഓണറൊക്കെ എനിക്കറിയാം. പുള്ളി ഇപ്പോൾ ഇവിടെ ഇല്ല, വരും എന്ന് വിചാരിക്കും. വരാണെങ്കിലും നമുക്ക് വിളിക്കാം. തിരക്ക് കൂടിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇപ്പോൾ സമയം 3:30. പഴയ ഓർമ്മകളൊക്കെ വരുന്നു. നൊസ്റ്റു അടിച്ചു. ഈ ഒരു ടേസ്റ്റ് എവിടെയും കിട്ടില്ല കേട്ടോ. കേരളപുരം, കൊല്ലം ഡിസ്ട്രിക്ട്, എഴുത്താണിക്കട. മട്ടൺ. ഈ മട്ടൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത്രയും ശുദ്ധമായ ഒറിജിനൽ മട്ടൺ വേറെ എവിടെയും കിട്ടില്ല ഈ ഭാഗത്തൊന്നും. കാരണം നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. ഇവരിവിടെ തന്നെയാണ് മട്ടൺ കട്ട് ചെയ്യുന്നത്. ആടിന് എപ്പോഴാ റെസിപ്പിക്ക് ഒരു മാറ്റവും ഇല്ല. ഒരു 15 വർഷം മുന്നേ കഴിച്ചാലും ഇപ്പോൾ കഴിച്ചാലും സെയിം. ഓക്കെ, നല്ല വെന്തിട്ടുണ്ടോ. സീ ദ ക്വാളിറ്റി ഓഫ് മട്ടൺ. ഓക്കെ, കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ടോ. ഇത്രയും കളറുണ്ടെങ്കിലും ഓവർ സ്പൈസി ഒന്നുമല്ല. വേറെ സൂപ്പർ റെസിപ്പിയാണ്. അന്ന് ഞാനിവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ റെസിപ്പി ഉൾപ്പെടെ ആണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഇത് ഉണ്ടാക്കുന്ന എല്ലാം എടുത്തിരുന്നു. വെട്ടുകേക്കിൻ്റെയും മട്ടൻ കറിയുടെ എല്ലാം ഉള്ളിയും കൂടിയൊക്കെ. പപ്പടം കൂട്ടി കഴിക്കും നമുക്ക് കേട്ടോ. അടിപൊളിയാണ്. സൂപ്പർ. അങ്ങനെ എഴുത്താണിക്കടയിൽ നിന്ന് ഇറങ്ങി. ഓണറെ കാണാൻ പറ്റിയില്ല, പുള്ളി ഒരു മരണ സ്ഥലത്തായി പോയി എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അടിപൊളി, പറയാനൊന്നുമില്ല. ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ തന്നെ അതിനൊരു ഉത്തരവാണ്. വർഷങ്ങളായിട്ട് ഞാനൊരു 17 വർഷം മുന്നേ മറ്റോ 15 ഇയേഴ്സ് മുന്നെയാണ് ഇവിടെ വന്നത്. എന്തായാലും പാസ്സെല്ലാം മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. അവിടെയും കൂടി പോയി നോക്കിയിട്ട് കാണിച്ചു തരാം വിശേഷങ്ങളും കൂടി. ഓക്കെ, കൊല്ലത്ത് തന്നെയാണ് ഇപ്പോഴും. ഓക്കെ, ഇത് ഒരു ഫേമസ് ജ്യൂസ് കട എന്ന് തന്നെ പറയാം. തട്ടാമല കൊല്ലം മുസ്തഫാൻ്റെ കട. എഴുത്താണിക്കടയിൽ നിന്ന് നേരെ ജ്യൂസ് കടയിലേക്കാണ്. കൊള്ളാം മോനെ, നൈസ്, താങ്ക് യു. ഇഷ്ടപ്പെട്ടു.
നമ്മുടെ അവിടെ അതിരസം എന്ന് പറയുന്ന ആ ഒരു പലഹാരം അത് തന്നെ, അത് ഓൾമോസ്റ്റ് സെയിം അല്ലേ? ഓക്കെ ഓക്കെ, എനിക്ക് തന്നതായി മോള്. ഇവിടെ പറയുന്ന അൽബൂരി എന്താ? അൽബൂരി. ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് അവർ മേടിച്ചാണ്. അൽബൂരി എന്ന് പറയുന്നത് നമ്മുടെ അതിരസം പോലെ ഇരിക്കും. നല്ലതാണ് കേട്ടോ, താങ്ക് യു. ഇവിടെ നല്ല കടയാണെന്നാണ് പറയുന്നത്. ഇവരുടെയൊക്കെ സ്ഥിരം ഹാങ് ഔട്ടാണ്. തിരക്കാണ് സാധാരണ എപ്പോഴും. ഇപ്പം നമ്മൾ വന്നപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. നല്ല വൃത്തിയാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെ വെറൈറ്റീസാണ് ഉള്ളതെന്നറിയോ? ദാറ്റ് ഈസ് കരിക്ക് മാംഗോ, കരിക്ക് ഗ്രേപ്സ്, പിന്നെ അവക്കാഡോ, പിന്നെ സ്ട്രോബെറി, എല്ലാം തിക്ക് ഷേക്സ് ആണ് അല്ലേ? സ്ട്രോബെറി, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, ഇത് കൂടാണ്ട് കണ്ണൂർ കോക്ടെയിൽ ഉണ്ട്. മൾബറി ഉണ്ടോ? ആ കൊള്ളാം. ആ ചെറിയൊരു പുളി ഉണ്ടാവും അല്ലേ? കുറച്ച് ഇല്ല, മൾബറി അത്ര പോരാ അല്ലേ? മറ്റേതിൻ്റെ അത്ര ഇല്ല. ഏറ്റവും ഇഷ്ടം ഏതാണ്? മാംഗോ കരിക്ക്, അവക്കാഡോ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഒരു മാംഗോ കരിക്കും ഗ്രേപ്പ് കരിക്കും പിന്നെന്താ ഒരു സ്ട്രോബെറി എടുക്കാം, അവക്കാഡോ, അത്ര കാര്യം എടുക്കാം. ഓക്കെ, എല്ലാം നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ സോ ദാറ്റ് കാറിൽ എടുത്ത് കഴിക്കാം. ഇവിടെ ഇപ്പം തിരക്ക് കൂടി തുടങ്ങി, ഭയങ്കര ആളായി കഴിഞ്ഞു. ഓഹോ, നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ: ഒന്ന് മുന്തിരി കരിക്ക്. ഇതാണോ മുന്തിരിക്കരിക്ക്? ഓക്കെ, അത് മുന്തിരിക്കരിക്ക്. അത് അവക്കാഡോ ആണ് അല്ലേ? അത് ആ വെറും കരിക്ക്. ഓക്കെ, പ്ലെയിൻ കരിക്ക്. ഇതെല്ലാം വേറെ ഓർഡേഴ്സാണ്. ഇപ്പം നോക്കിയാൽ എന്താ, ഞാൻ വന്നപ്പോൾ ഒട്ടും തിരക്ക്, ഐ മീൻ കുറച്ച് 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ ഫുൾ ഹൗസ് ഫുള്ളാണ്, ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കും. ഇവിടെ എല്ലാ എക്സോട്ടിക് ഫ്രൂട്ട്സും കിട്ടും. ഇവർ ശരിക്കും ഓക്കെ 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 താങ്ക് യു. ഇവിടുത്തെ തിരക്ക് പുള്ളിക്കാരനൊക്കെ നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞത്. എല്ലാവരും ഭയങ്കര ഡിമാൻഡുള്ള ഷോപ്പാണ്. ഇവർ ഫ്രഷ് ആയിട്ടുള്ള കരിക്ക് അതിൻ്റെ വെള്ളവും കൂടി ചേർത്തിട്ട് ഇങ്ങനെ അരച്ചിട്ട് ബോട്ടിലാക്കി ഫ്രീസ് ചെയ്ത് വെക്കും. ഓക്കെ, അതിൽ നിന്നാണ് ഇളക്കി എടുക്കുന്നത്. പിന്നെ ഡേറ്റ്സിൻ്റെ പേസ്റ്റ് ഉണ്ട്, പിന്നെ സ്ട്രോബെറി, എല്ലാം ഇങ്ങനെ സിറപ്പാക്കി വെച്ചിരിക്കണം അരച്ചിട്ട്. നല്ല തിക്ക് ഷേക്കായിട്ടാണ് എല്ലാം കൊടുക്കുന്നത്. കരിക്ക് കോക്ടെയിൽ അത് കൊള്ളാലോ. ഇതിലെന്തൊക്കെ വരും? ഗ്രേപ്സ്, കരിക്ക്, ഗ്രേപ്പ്, കരിക്ക്, മാംഗോ, ഗോവ. ഓക്കെ, പേരക്ക. ഓക്കെ, അതൊരു കോക്ടെയിൽ എന്ന് പറയണേ, ഗ്രേപ്പ് കോക്ടെയിൽ. എന്ത് മേടിക്കണം എന്നറിയാത്ത കൺഫ്യൂഷനാണല്ലോ. അത് പല 4 ഫ്ലേവേഴ്സ് കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് കണ്ണൂർ കോക്ടെയിൽ ആയോ? ഇല്ലല്ലോ. ഡ്രാഗൺ ഫ്രൂട്ടും ബ്ലാക്ക് കറന്റ് മൾബറി മിക്സ് ഉണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് കറന്റ്, ഡ്രാഗൺ ഫ്രൂട്ട് ആൻഡ് മൾബറി, അത് വേറൊരു കോമ്പിനേഷൻ. എല്ലാം നല്ല തിക്ക് ആയിട്ടുള്ള ഷേക്കാണ് കൊടുക്കുന്നത്, നല്ല ഫ്രോസൺ. ഇത് ബ്ലാക്ക് ബെറിയിലെ ആ ഓക്കെ. ഇവിടെ കണ്ണൂർ കോക്ടെയിലും ഉണ്ട്. നമ്മൾ സാമ്പിളായിട്ട് വന്നാ കേട്ടോ. ഞാൻ ഒരു സ്ട്രോബെറി, ഫ്രോസൺ സ്ട്രോബെറി വെച്ചാണ്. സീസൺ അല്ല, ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട് ഫ്രോസൺ ആണ്. ഡിസംബർ ആകുമ്പോൾ ഞാൻ ഒരു പരുവാകും. 4 പറഞ്ഞു. ഇത് ബ്ലാക്ക് കറന്റ്, ഇത് സ്ട്രോബെറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്ട്രോബെറി ഷേക്ക്. അതിൻ്റെ കൂടെ കരിക്കാണ് അല്ലേ? സ്ട്രോബെറി കോക്കനട്ട്, സ്ട്രോബെറി കരിക്ക്. ഇത് സ്ട്രോബെറി അല്ല, ഇത് ഗ്രേപ്സ്. ഓക്കെ, ഗ്രേപ്സ് ആൻഡ് ബ്ലാക്ക് കറന്റ്. ഇതിൽ ബ്ലാക്ക് കറന്റും ഉണ്ടോ? ഗ്രേപ്സ് മാത്രമല്ലേ ഉള്ളൂ? ഗ്രേപ്പ് കരിക്ക്. ഓക്കെ, ഗ്രേപ്പ് കരിക്ക് ഒരെണ്ണം. ഇത് ഗ്രേപ്പ് കരിക്ക്.
ബ്ലാക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും വാങ്ങിച്ചോണ്ട് പോകും. എൻ്റെ ഓർഡർ ഇവിടെ നിൽക്കുന്നു കിട്ടും. എനിക്കൊരു മാംഗോ കരിക്ക്, ഒരു അവക്കാഡോ, ഒരു സ്ട്രോബെറി. ഏതാ? ഇപ്പം നേരത്തെ കാണിച്ചില്ലേ, അത് കൂടെ എടുക്കാം. കരിക്ക് കോക്ടെയിൽ എല്ലാം കൂടെ വരുന്നത് 4 ഫ്ലേവേഴ്സിൻ്റെ. എല്ലാം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ട്രോബെറി കരിക്ക്. ഇതെന്റെയാ? അല്ല കുഴപ്പമില്ല. സ്ട്രോബെറി കരിക്ക്. അടിപൊളി. സ്ട്രോബെറി ടേസ്റ്റും കരിക്കിൻ്റെ ടേസ്റ്റും മിക്സ്. എനിക്ക് ഇനിയും ടേസ്റ്റ് ചെയ്യാനുണ്ട്. 4 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യാം. 1 by 1. അയ്യോ, എന്തൊക്കെയാ? ബിസ്കോഫ് ഉണ്ട്, ബ്രൗണി മിൽക്ക് ഷേക്ക്, ഡാർക്ക് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. എനിക്ക് വയ്യ. എല്ലാം ഉണ്ട് കേട്ടോ. സ്നിക്കേഴ്സിൻ്റെ ഉണ്ട്. കരിക്കും സ്നിക്കേഴ്സും കൂടെ കോമ്പിനേഷനും ഉണ്ട് അല്ലേ? ബ്രൗണീസ് വെച്ചിട്ടുള്ള ഷേക്ക് ഉണ്ട്. പിന്നെ ഓറിയോ കരിക്ക് ഷേക്ക്. ഇത് ഇതല്ലേ, കോക്ടെയിലാണേ. ഇതിൽ ഗ്രേപ്സ് ഉണ്ട്, കരിക്ക് വരും. ഇതാണ് കരിക്ക് കോക്ടെയിൽ. ഗവ, ദാറ്റ് ഈസ് പേരക്ക. മാംഗോ വരും. കരിക്ക് ഒഴിച്ചല്ലോ. ഓക്കെ, അപ്പോൾ ഇതെന്തായിരുന്നു? അത് ഗോവ. ഓക്കെ, ഇതിപ്പം ഇതാണ് പേരക്കയായിരുന്നേ. ഗ്രേപ്സ്, പേരക്ക, മാംഗോ. ഇനിയാണ് കരിക്ക് വരുന്നത്. ഇതെന്തായിരുന്നു? മാംഗോ കരിക്ക്. ഓക്കെ, കരിക്ക് വയ്യ. അതെന്നിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തരും. ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യില്ല. ഇങ്ങനെ ഒരു ചെറിയൊരു ലൈറ്റായിട്ടൊരു, നമ്മൾ മാബിൾ കേക്കിലൊക്കെ ഒന്ന് വരച്ച് വിടില്ല, അതുപോലെ ജസ്റ്റ് ഒരു മിക്സിങ് ലൈറ്റ് ക്ലോസ് ചെയ്ത് നമുക്ക് കാറിലിരുന്ന് വേണമെങ്കിൽ കുടിക്കാൻ പറ്റും. കോക്ടെയിൽ, കരിക്ക് കോക്ടെയിൽ. ഇത് കരിക്ക് മാംഗോ. അത് അവക്കാഡോ. അവക്കാഡോ. മാംഗോ കരിക്ക്. ദിസ് ഇസ് ദി കോക്ടെയിൽ കരിക്ക്. ഓക്കെ. ആഹാ, എത്ര ഫ്ലേവേഴ്സ്. അവക്കാഡോ. ഒന്നും പറയാനില്ല. സൂപ്പർ. ഇത് കൂടാണ്ട് ഗ്രേപ്സ്, പല ടൈപ്പ് ഓഫ് സോഡാസും ഉണ്ട് അല്ലേ? മിൽക്ക് ഷേക്ക് അല്ലാണ്ട്, ദാറ്റ് ഈസ് ഫ്രൂട്ട് സോഡാസ്, പൈനാപ്പിൾ സോഡ, ഗ്രേപ്പ് സോഡ, എല്ലാ സോഡയും കിട്ടും അല്ലേ? ഓൾ ഫ്ലേവേഴ്സ്. അപ്പോൾ ഇത് മതി. ഓക്കെ, താങ്ക് യു. അതെടുക്കാം. ഓക്കെ. അങ്ങനെ മുസ്തഫാൻ്റെ ജ്യൂസ് കടയിൽ നിന്ന് ഇതിപ്പോൾ എല്ലാം കൂടി 5 ഗ്ലാസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഓൺ ദ വേ കുടിച്ച് പോവാം. ഞാൻ എറണാകുളത്തേക്കുള്ള വഴിമധ്യയാണ് നമ്മുടെ ഈ 2 എപ്പിസോഡും ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ ഭക്ഷണ വിശേഷങ്ങൾ ഓൺ ദ വേ നമ്മൾ കാണിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. എനിക്ക് കഴിക്കുകയും ചെയ്യാം. നിങ്ങൾക്കത് കാണുമ്പോൾ, നിങ്ങൾക്ക് വരുമ്പോൾ ഇതുവഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നവർക്കോ മറ്റ് സ്ഥലങ്ങളിൽ വരുന്നവർക്കോ ഇവിടെ ഒരു സ്റ്റോപ്പ് നിർത്തിയിട്ട് ഇതെല്ലാം ടേസ്റ്റ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഞാൻ വൈൻഡപ്പ് ചെയ്യണു. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ